ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പോൾ നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സന്തോഷ് വർക്കായിട്ട് നമ്മൾ എന്താ പറയുക ഒരു പുതിയ ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ്. ലോജിക് വി എസ് ഇമാജിനേഷൻ അല്ലേ? യെസ്, യുക്തി വി എസ് ഭാവന. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടോപ്പിക്കിന് മുന്നേ കിടക്കുന്ന മുന്നേ എങ്ങനെയുണ്ട്? നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ്. സുഖമാണോ? കുഴപ്പമില്ല. ഓക്കെ, നന്നായി പോകുന്നല്ലോ. അപ്പോൾ നമ്മുടെ ടോപ്പിക് ലോജിക് വി എസ് ഇമാജിനേഷൻ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു രണ്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ലോജിക് ആൻഡ് ഇമാജിനേഷൻ ആദ്യം അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങാം. എന്താണ് ലോജിക്, എന്താണ് ഇമാജിനേഷൻ? ലോജിക്കൽ അനാലിസിസ് എന്ന് പറയാം. ലോജിക്കൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്, കുറച്ച് നിയമങ്ങളാണ്. റിലീജിയൻ ലോജിക്, ക്രിസ്ത്യാനിറ്റി എല്ലാ ഒരുപാട് നിയമങ്ങളാണ്. ഇത് നമ്മൾ യുക്തിവാദം എന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് ലോജിക്കലാണ്, സയൻറ്റിസ്റ്റുമാർ സയൻറ്റിഫിക് വാദം ലോജിക്കലാണ്. ഇമാജിനേഷൻ പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ്. ക്രിയേറ്റീവായിട്ട് പുതിയ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണ് ലോജിക്കൽ അനാലിസിസ്. ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ ആണ് ഇൻഡ്യൂട്ടീവ് ഇമാജിനേഷൻ. അപ്പോൾ ഒരു വ്യക്തിക്ക് ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ചിലർക്ക് ലെഫ്റ്റ് ആയിരിക്കും, ചിലർക്ക് റൈറ്റ് ആയിരിക്കും, ചിലർക്ക് രണ്ടും ഉണ്ടാവും. രണ്ടും ഉണ്ടാവുന്നതാണ് നല്ലത്. അത് എങ്ങനെ ലൈക്ക് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ ആ ഒരു സ്കില്ല്? കുറച്ചുകൂടെ കുറേ ജെനറ്റിക് ആണ്, ഇന്റലിജൻസ് ആണ്, കുറേ ജെനറ്റിക് ആണ്. പിന്നെ അതിന് ഡെവലപ്പും ചെയ്യാൻ പറ്റും. ഈ ലോജിക് ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ട് ഭയങ്കര കണക്റ്റഡ്. ഈ ലോജിക്കും ഇമാജിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ രണ്ട് ടേംസ് റിലീജിയസ് ആയിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക്? റിലീജിയനിലെ നിയമങ്ങൾ ലോജിക്കും റിലീജിയനിലെ മിത്തുകളും മറ്റല്ല ഇമാജിനേഷനാണ്. കുറെ സ്റ്റോറീസും ഉണ്ടല്ലോ, അതെല്ലാം ഇമാജിനേഷനാണ്. പക്ഷെ അതൊരു വിശ്വാസത്തിന്റെ ബേസിസിൽ വന്നിട്ട് നമ്മളിപ്പോ ഇമാജിനേഷൻ മോർ റിലീജിയന്റെ ബന്ധം. ലോജിക്കലായി ചിന്തിക്കുമ്പോ ദൈവം ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. അതൊരു എനർജി എന്നുള്ള ലോജിക് വെച്ച് മാനിപ്പുലേറ്റീവ് ആണ്. നമുക്ക് പക്ഷെ പലപ്പോഴും ചില ലോജിക്സ് ഭയങ്കര ക്വസ്റ്റ്യനബിൾ ആയിട്ടില്ലേ? ഇപ്പൊ ഈ ഗോഡിന്റെ എക്സിസ്റ്റൻസ് തന്നെ ലോജിക് വെച്ചപ്പോ ലേബിനസ്, സ്പിനോസ, ഡെക്കാർട്ട് ഫിലോസഫേഴ്സ് ലോജിക് അവർ പറഞ്ഞു അത് തെളിയിച്ച് ദൈവം ഉണ്ടെന്ന് തെളിയിച്ചു. ദൈവം ഇല്ലെന്നും പറയാം, രണ്ടും പറയാം ലോജിക് വെച്ചാൽ. ഇപ്പൊ ഇമാജിനേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിത്ത് എന്ന് പറയുന്നത് ഇമാജിനേഷൻ. പക്ഷെ ചില കാര്യങ്ങള് ഇപ്പോ ഹിന്ദു മിത്തോളജി ആണെങ്കിലും മുസ്ലിംസോ ക്രിസ്ത്യൻസ് ഏത് എടുത്ത് നോക്കിയാലും അവരെ കുറച്ച് എന്താ പറയാ ഈ ഇമാജിനേഷൻ അല്ലെങ്കിൽ മിത്തോളജി കറക്റ്റ് ആണ് അല്ലെങ്കിൽ ട്രൂ ആണെന്ന് പറഞ്ഞിട്ട് കുറെ എവിഡൻസസ് കൊണ്ടുവരും. അപ്പോൾ അവിടെ വരുന്നത് ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ? അപ്പോൾ ആ ഒരു മിത്തോളജി ഇമാജിനേഷൻ മാത്രമായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. ലോജിക്കലായിട്ട് ആർഗ്യൂ ചെയ്യാൻ പറ്റുമോ? മിത്ത് അത്ര ലോജിക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മിത്ത് പ്യൂർലി ഇമാജിനേറ്റീവ് അങ്ങനത്തെ കാര്യങ്ങളാണ്. അല്ല, ഈ ഒരു എവിഡൻസ് വരുമ്പോൾ സ്റ്റാർട്ടിങ് ഇമാജിനേഷൻ പിന്നെ ലോജിക് അപ്ലൈ ചെയ്യണം. അതിന്റെ സ്റ്റാർട്ടിങ് ഇമാജിനേഷൻ തന്നെയാണ്. മിത്തിന്റെ സ്റ്റാർട്ടിങ് ഇമാജിനേഷൻ ആണ്, പിന്നെ ലോജിക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴായിട്ടും നമുക്ക് അത് ഏത് കാര്യമാണെങ്കിലും ആദ്യം വേണ്ടത് ഇമാജിനേഷൻ ഇൻഡ്യൂഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ലോജിക് അനാലിസിസ് അപ്ലൈ ചെയ്യണം. ഇപ്പൊ ഈ ഓരോ ഫിലോസഫീസ് ആണെങ്കിലും ഫിലോസഫി പ്യൂർലി ലോജിക്കലാണ്. ലോജിക്കിന്റെ വേറെ വേർഡാണ് റാഷണൽ എന്ന് പറയും. അല്ല, എന്നാലും ഇപ്പൊ പറഞ്ഞാലോ ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ. അപ്പൊ ഈ ഏതൊരു തിയറി ആണെങ്കിലും ഏതൊരു മാത്സ് ആയാലും ഏതായാലും സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. ഇമാജിനേഷൻ വെച്ചിട്ട് മാത്സിലെ സ്റ്റാർട്ടിങ് ഇൻഡ്യൂഷൻ ആണ്. ഒരു ഐഡിയ ഉണ്ടാവുക, പിന്നെ ലോജിക് അപ്ലൈ ചെയ്യണം.